ഡിയേഴ്സ്, ലവ്ലി ഷോട്ട്സിൻ്റെ LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ രമാബായി. രമാബായിയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. ആര്യ മഹിളാ സഭ, രമാബായി, പണ്ഡിത രമാബായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏത്? ആൻസർ ബി ആണ് ഓപ്ഷൻ, അഹമ്മദാബാദ് സത്യാഗ്രഹം. അഹമ്മദാബാദ് തുണിമിൽ സമരം അല്ലെങ്കിൽ അഹമ്മദാബാദ് സത്യാഗ്രഹമായിരുന്നു തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം. അഹമ്മദാബാദ് സത്യാഗ്രഹമായിരുന്നു ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അഹമ്മദാബാദ് സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജാലിയം വാലാബാഗ് കൂട്ടക്കൊല. ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഗാന്ധിജി കൈസർ-എ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നൽകിയത്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഗൈഡിലിയു. റാണി ഗൈഡിലിയുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. റാണി ഗൈഡിലിയു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൗരി ചൗര സംഭവം നടന്ന വർഷം. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, 1922. 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ഫസൽ അലി. ഫസൽ അലിയാണ് 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ സി, ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യൻ താഷ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചത്. പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനം നടന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തതാരെ? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തെരഞ്ഞെടുത്തത്. വിനോബ ഭാവെ. കേരളത്തിൽ നിന്ന് കെ കേളപ്പനെയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ നിന്ന് കെ കേളപ്പനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആര്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്?
ഓപ്ഷൻ എ ആണ് ആൻസർ. അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. അരുണ ആസഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആര്? സി കെ ലക്ഷ്മണൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. സി കെ ലക്ഷ്മണനാണ് 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി. കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? ആൻസർ 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തൃതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. ഓപ്ഷൻ സി, ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല. ആൻസർ ഓപ്ഷൻ സി, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2695 മീറ്റർ. 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? പതിനാല്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 14. 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് കേരളത്തിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തു വച്ചിരിക്കുന്നത്. 37 ആൻസർ ഓപ്ഷൻ ബി ആണ്, 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷം? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2005. 2005 കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജൂൺ, സെപ്റ്റംബർ. ജൂൺ, സെപ്റ്റംബർ മാസങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം. ജൂൺ, സെപ്റ്റംബർ. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം? കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1994. 1994
1994 കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 1994. കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് 1994. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 2023 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.